Good morning, coaching. ഹേയ്, ഹായ് സർ. ഞാൻ രൂപേഷ്, ഓക്കെ ഇതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്. ടോണി ഇതിനു മുമ്പ് എന്ത് ചെയ്തോണ്ടിരുന്ന പറഞ്ഞത്? സർ, ഞാനൊരു ഫോട്ടോഗ്രാഫറായിരുന്നു. ഓ, അപ്പോൾ നല്ല ഒബ്സർവേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടാവല്ലോ. ഉറപ്പായിട്ടും. മാഗസീനിൽ ഓരോ എഡിഷനിലും ഓരോ മാറ്റർ ആയിരിക്കും, ആഹാ. ഓരോ തീം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഒബ്സർവേഷൻ കുറച്ച് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. ഓ, വെരി ഗുഡ്. അറിയാലോ, ലവ് ആണ് നമ്മുടെ തീം. എങ്ങനെ, പ്രണയമൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു. ഇല്ല, ഉണ്ട് ഇപ്പോഴും പ്രണയം. നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഏറ്റവും കൂടുതൽ വിളിക്കുക ബോയ്സ് ആയിരിക്കും, അതും അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രണയം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട്. മല്ലൂസ് ലവിലെ റാണിയുടെ പ്രോഗ്രാം ഞാൻ സ്ഥിരം കേൾക്കാറുണ്ടായിരുന്നു. ആഹാ, അത് കൊള്ളാലോ. അപ്പോൾ ടോണിക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും. ഓക്കെ. ആസ് ആൻ ആങ്കർ, പ്രണയത്തെ ടോണിയുടെ ഭാഷയിലൊന്ന് ബ്രീഫ് ചെയ്യൂ. പറയട്ടെ സർ. പറഞ്ഞോളൂ. പ്രണയം അതൊരു വ്യക്തിയും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരവസ്ഥയാണ്, ഒരു വികാരമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? അതിൻ്റെ വേദനയും സുഖവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? എത്ര രസകരമായ ഒരു അനുഭവമാണ് പ്രണയം. നമ്മുടെ ജീവിതത്തിൻ്റെ വളരെ വിശിഷ്ടം. എന്താണിത്? അറിയോ? ഓക്കെ സർ, ഐ ആം ഓക്കെ. എന്നത്ര ഓക്കെ അല്ലല്ലോ. ഞാൻ കരുതി തനിക്കെന്തോ പറ്റിയെന്ന്. അല്ല സാർ, റാണി സാധാരണ FM പറയാറുള്ള ഡയലോഗ്സാ ഞാൻ പറഞ്ഞത്. അതെനിക്കറിയാം. അതവർക്കില്ലെന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക്, പിന്നെ റാണിയെ ഇമിറ്റേറ്റ് ചെയ്തത് രണ്ടാമത്തെ മിസ്റ്റേക്ക്. ഇവിടെ തനിക്കായിട്ട് ഹാഫ് ആൻ അവർ അല്ലേ 1 അവർ തരുന്നത് തനിക്കായി മാത്രമാണ്. റാണി പറയുന്നത് ഏറ്റു പറയാനല്ല. ഓക്കെ സർ, എനിക്ക് മുൻ എക്സ്പീരിയൻസ് ഒന്നുമില്ല. റാണിയുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഫാൻ ആയതുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്തതിൻ്റെ ഓർമ്മയിൽ അറിയാണ്ട് വന്നു പോയതാ. ഇറ്റ്സ് ഓക്കെ, പോട്ടെ. സ്വന്തമായി പറയാനുള്ളത് മാത്രം പറഞ്ഞാൽ മതി. അത് പറയുമ്പോൾ ഒരു കോമഡി ട്രാക്കിലേക്ക് ഒന്ന് കയറി അതൊന്ന് രസകരമായി പ്രസന്റ് ചെയ്യണം. ഓക്കെ, അത് ഞാൻ ഏറ്റു സർ. സാധാരണ ഞാൻ ഗേൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചെയ്യാറുള്ള കാര്യം അത്. ഇതിൽ ഞാനൊരു എക്സ്പേർട്ടാണ്. എക്സ്പേർട്ടാണെന്ന് കരുതി പ്രോഗ്രാമിൻ്റെ ഇടയിൽ പഴയ ഓർമ്മകളും വെച്ച് ചാടി കയറി മൊബൈൽ നമ്പർ ഒന്നും കൊടുക്കരുത്. നിനക്കിന്ന് ക്രെഡിറ്റ് കാർഡ്സിന്റെ പിരിവൊന്നുമില്ലേ? ഇല്ല. നിനക്കിന്ന് തെണ്ടലൊന്നുമില്ലേ? എന്താ? അല്ല, ഈ ചാൻസ് ഒക്കെ. കളിയാക്കിക്കോ. ഇങ്ങനെ കളിയാക്കുമ്പോഴല്ലേ രക്ഷപ്പെടാനുള്ള ഒരു വാശിയൊക്കെ ഉണ്ടാവുന്നേ. അയ്യോ, എന്നാ ഞാൻ കളിയാക്കുന്നില്ല. കളിയാക്കിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, ഇനിയിപ്പോ ഞാൻ കളിയാക്കിയിട്ട് നീ എങ്ങാനും രക്ഷപ്പെട്ടാലോ? ഒരാളെ രക്ഷപ്പെടുന്ന തീരെ ഇഷ്ടല്ല അല്ലേ? അതേടാ, അസൂയാണ് എനിക്ക്. കൊച്ചിലെ മൂലുണ്ട്, എന്താ ചെയ്യാ? അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലാത്തോണ്ട് ഞാനിപ്പോ എന്താ പറയാ? നീ ഒന്നും പറയണ്ട, തീർന്നില്ലേ? രാവിലെ തന്നെ മനുഷ്യന്മാർ ഉപദ്രവിക്കാനായിട്ട് ഇറങ്ങിക്കോളും. മനുഷ്യനോടല്ലാതെ പിന്നെ ആരോടാ പറയാ എന്റെ പാറു? ഈയിടെയായിട്ട് ഈ കുട്ടിക്ക് വിവരമില്ലായ്മ ഇത്തിരി കൂടുതലാ. റോജനത് എന്ത് പറ്റി? എന്ത് പറ്റി റോജ? എന്താ അതൊക്കെ? ഇതൊക്കെ എന്റെ മോനയച്ചെന്നതാ. മോനോ? എബിമോൻ. നിനക്കറിയില്ലേ? പേരറിയാം, പക്ഷെ കണ്ടിട്ടില്ലല്ലോ. എന്തൊക്കെയാണ് മോൻ പപ്പയ്ക്ക് അയച്ചെടുത്തേ നോക്കട്ടെ. ഒന്നുമില്ല, അവന്റെ ഓരോ കുസൃതികള്. അല്ല എന്താ? റോയ്ച്ച, എബിമോൻ എത്ര പ്രായമുണ്ടെന്നാ പറഞ്ഞത്? 6 വയസ്സ്. ഇത് എബിമോൻ എഴുതിയതാണോ? എന്താണ് ഇത്ര ചിരിക്കാൻ? പിന്നെ ചിരിക്കാതെ 6 വയസ്സുള്ള കുട്ടി എങ്ങനെയാണ് ലെറ്റർ എഴുതുന്നത്? എന്താ 6 വയസ്സുള്ള കുട്ടിക്ക് ലെറ്റർ എഴുതാൻ പാടില്ലേ? ഞാൻ 5 വയസ്സുള്ളപ്പോ എന്റെ ആദ്യത്തെ ലെറ്റർ എഴുതി. മലയാളത്തിലാ? അല്ല, ഇംഗ്ലീഷില്. അതേതായാലും നന്നായി. അതെന്താ എത്ര നന്നാവാൻ? അങ്ങനെ ഏതൊരു മണ്ടനും കയറി അങ്ങ് എഴുതാൻ പറ്റിയതല്ല മലയാളേ. ദയവേതൊന്ന് നിർത്തോ. എന്തേ വരാത്തേന്ന് ഓർത്തിരിക്കായിരുന്നു. ഇത് എബിമോൻ എഴുതിയതല്ലേ റോയ്ച്ച?
അല്ല, അവന് വേണ്ടി അവൻ്റെ മമ്മി എഴുതിയതാ. ഏ